welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് Christmas card making challenge. അങ്ങനെ ഗയ്സ് നമ്മുടെ ക്രിസ്മസ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ല അടിപൊളി ക്രിസ്മസ് കാർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി. നമ്മൾ 2 കൊല്ലം മുന്നെയാണ് ഗയ്സ് ഈ ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ 3 പേര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതിനെക്കാട്ടും അടിപൊളിയായിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ഗൈസ്. അപ്പൊ ഇതിൽ ഏറ്റവും ഭംഗിയായിട്ട് ആരാണോ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുന്നത് അവരായിരിക്കും ഈ ചാലഞ്ചിലെ വിന്നർ. അപ്പൊ ആ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മുടെ മുന്നിൽ ഇതേ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് ഇത്തവണ റൗണ്ട്സ് ഇത്തവണ റൗണ്ട്സ് കുറച്ച് കുറവാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തോന്നി കുറച്ചും കൂടെ ഞങ്ങൾ ഈ കട്ടിങ് ആ ഒരു രീതിയിൽ അങ്ങനെയൊക്കെ കുറച്ചും കൂടെ അന്ന് നമ്മൾ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് കാർഡ് ഒരുപാടായി പോയിട്ടായിരുന്നു. മൊത്തം അങ്ങനെ നിറഞ്ഞെടുക്കായിരുന്നു. പക്ഷെ ഉള്ള സാധനം വെച്ചിട്ട് നമ്മൾ നല്ല ലിമിറ്റഡ് ആയി നല്ല ഭംഗിയുള്ള സാധനങ്ങൾ കട്ടൊക്കെ ചെയ്ത് അതെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പൊ ഇത്തവണ നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് റൗണ്ട് ആയിട്ട് വരുന്നത് ബേസ് ആയിട്ടുള്ള ചാർട്ട് ആണ്. റെഡ് കളർ ചാർട്ട് ഉണ്ട്, ബ്രൗൺ കളർ ചാർട്ട് ഉണ്ട്, ബ്ലൂ കളർ ചാർട്ട് ഉണ്ട്. ഭയങ്കര വെറൈറ്റി. അതെ, കഴിഞ്ഞ തവണ നമ്മൾ യെല്ലോയും ഗ്രീനും റെഡും വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച അതിൽ നിന്നൊരു വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് വെറൈറ്റി കളർ സെലക്ട് ചെയ്തത്. റെഡ് മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു സംഭവമായത് തന്നെ നമ്മൾ റെഡ് ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിനാണ് എനിക്കിത് ഭയങ്കര ഒരു വിന്റേജ് നല്ല ഭംഗിയുണ്ടാണ്. അങ്ങനെ ചെയ്യാൻ എനിക്ക് ഇതിന് ഭയങ്കര ആഗ്രഹം കിട്ടുമോ അറിയില്ല, നോക്കാം. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ വരുന്നത് ഈ 3 കളർ ചാർട്ട് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡിന്റെ ബേസ് ആയിട്ട് വരുന്നത്. അടുത്ത റൗണ്ടിലേക്ക് നമുക്കുള്ളത് റിബൺ ആണ്. ഗോൾഡൻ കളർ റിബൺ ഉണ്ട്, റെഡ് കളർ റിബൺ ഉണ്ട്, ഗ്രീൻ കളർ റിബൺ ഉണ്ട്. അടുത്തതായിട്ട് വരുന്നത് ഗൈസ് ഈ ഒരു നൂലാണ്. ഇത് ഗോൾഡൻ കളറിലുണ്ട്, പിന്നെ റെഡ് കളറിലുള്ള നൂലുണ്ട്, അതേപോലെ തന്നെ സിൽവർ കളറിലുള്ള നൂലും ഉണ്ട്. അതിന്റെ അടുത്ത റൗണ്ട് ആയിട്ട് നമുക്ക് വരുന്നത് പൈപ്പ് ക്ലീനേഴ്സ് ആണ്. നോർമൽ പൈപ്പ് ക്ലീനേഴ്സ് അല്ല, കുറച്ച് ഗ്ലിറ്ററി കുറച്ച് തിളക്കമുള്ള പൈപ്പ് ക്ലീനേഴ്സ് ആണ്. അത് ഒരാൾക്ക് കിട്ടുക ഗോൾഡനും പിങ്കും ആയിരിക്കും, അടുത്തൊരാൾക്ക് കിട്ടുക ബ്ലൂവും ഗ്രീനും ആയിരിക്കും, അടുത്തൊരാൾക്ക് കിട്ടാൻ പോകുന്നത് സിൽവറും റെഡും ആയിരിക്കും. അതാണ് കറക്റ്റ് ക്രിസ്മസിന്റെ ആ ഒരു ഇതിനുള്ള കളർ, റെഡും സിൽവറും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ റൗണ്ട്സ് വരുന്നത്. ബാക്കിയൊക്കെ നമ്മുടെ കഴിവനുസരിച്ച് വരച്ച് ഫുൾ കലാവിരുദ്ധനുസരിച്ചിട്ടാണ് കട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ഇതിൽ ഒട്ടിച്ചിട്ട് വേണം നമ്മളെ ഗ്രീറ്റിംഗ് കാർഡ്. പിന്നെ നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ ഗ്ലിറ്റർ പേപ്പേഴ്സ് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പേർക്കും ഈക്വൽ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഗ്ലിറ്റർ പേപ്പർ ഒക്കെ വെച്ചിട്ട് ഞാനൊരു ഡീറൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. അതെ, ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം നല്ല ക്രിസ്മസ് തീമിലാണ്. നിങ്ങൾ ഇതിന്റെ മുന്നേ കണ്ട വീഡിയോനെക്കാട്ടും കുറച്ചും കൂടെ ഞങ്ങൾ ഗ്രാൻഡ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ ഞങ്ങൾ ഇവിടെ കൊണ്ടുവച്ചു. ഇത് കണ്ടോ ഗൈസ്, നല്ല ഇത് നമ്മൾ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്ന ട്രീ ആണ്. ഓരോ വർഷങ്ങളായിട്ടുള്ളതാണ്. നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ സാധനം ഒട്ടിച്ച് ഇവിടെ ബെല്ല് വരച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് ആ സാന്റേനെ ഓർമ്മ ഉണ്ടാവുമല്ലോ, ആ സാന്റേനെ ഞങ്ങൾ അവിടെ ഒട്ടിച്ചെടുത്ത് അതിനിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ കലാവിരുദ്ധാണ്. ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ഇവിടെ ഉണ്ട്. ഇതിലും കുറച്ച് റിബണും 5 എനിക്ക് ക്രിസ്മസ് കഴിഞ്ഞ ക്രിസ്മസ് 2023 ക്രിസ്മസിന് ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് എനിക്ക് ശ്രീനെ കിട്ടിയ സമയത്ത് ഞാൻ കൊടുത്ത ആ ഒരു ട്രീ ആയിരുന്നു. അപ്പൊ ആ ട്രീ ഇവിടെയും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ ഇവിടെ ടേബിളിന്റെ മുകളിലുണ്ട്. ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലേക്ക് തന്നെ കടക്കാൻ പോവാണ്. ലോട്ട് ഇട്ട് നോക്കാം നമുക്ക്. ലോട്ട് എടുത്ത് നമുക്ക് നോക്കാം. ഷാമിനെ ലോട്ട് ഇട്ടോ. ഞാൻ പറഞ്ഞ എനിക്ക് സത്യം പറഞ്ഞാല് എനിക്ക് കഴിഞ്ഞ തവണ റെഡ് ആണെന്ന് തോന്നുന്നു. റെഡാ കിട്ടിയത്. എനിക്ക് ഇത് വേണമെന്നില്ല. എനിക്ക് ഇത് വേണമെന്നില്ല. എനിക്ക് ഇതില് എനിക്ക് ഇത് മതിയായിരുന്നു. അയ്യോ ഇതാണ് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡിന്റെ ബേസ്. എല്ലാവരുടെയും തീരുമാനമാവും. പക്ഷെ എല്ലാ കളറിലുള്ള ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ട് കേസ്. അങ്ങനെ നമുക്ക് സമാധാനിക്കാം. രണ്ടും കൂടെ പിടിച്ചിട്ട് എനിക്കാ കിട്ടിയ ബ്രൗഡ്. എനിക്ക് കഴിഞ്ഞ തവണ റെഡ് ഇട്ടോണ്ട് റെഡിനോട് ഒരു താല്പര്യമായിരുന്നു. ബ്രൗണി അപ്പൊ ചെയ്യാല്ലാണ്ട് കഴിഞ്ഞ തവണ ഞാൻ ഈ റെഡിൽ ഒരു സ്നോമാനെ ചെയ്തത് എനിക്ക് ഇഷ്ടായില്ലായിരുന്നു. എനിക്ക് ബ്ലൂ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ആ ബ്ലൂവിനോടാണ് ഇഷ്ടം തോന്നിയത്. റെഡ് വേണ്ടാന്നുണ്ടായിരുന്നു. ബ്രൗൺ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഇതൊരു ഫുൾ ചാർട്ട് ആയിരുന്നു. ആ ഫുൾ ചാർട്ട് നേരെ നമ്മൾ നടുമുറിച്ചതാണിത്. ഇത് നേരെ നമ്മളിത് ഇങ്ങനെ ഈക്വൽ ആയിട്ട് ഇങ്ങനെ മടക്കണം.
ഷാമി എന്താ ഒന്നും മിണ്ടാത്ത? ഇഷ്ടമല്ലാത്തോണ്ട് ഞാനിത് അതിന്റെ ഹാഫാക്കി മടക്കിയിട്ടുണ്ട് ഗൈസ്. ഇത് അത്രേ ഉള്ളൂ, ഇതിലിപ്പോ എന്താ കാണാനുള്ളത്? തീരെ ഇഷ്ടമായില്ല, അതാണ്. ഞാനിത് അതുപോലെ തന്നെ മടക്കിയിട്ടുണ്ട്. ഞാൻ അതൊരു 3D രീതിയിൽ ചെയ്യാന്നൊക്കെയാണ് ഗൈസ് എന്റെ മനസ്സിലുള്ളത്. എന്റെ മനസ്സിലുള്ള ആ ഒരു 3D രീതിയിൽ ഇങ്ങനെ എന്താ പറയാ സാന്റാക്ലോസും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാന്നാണ് ഞാനും ആലോചിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗൈസ് ഒരു ക്രിസ്മസ് ട്രീ വരയ്ക്കാണ്. അതായത് ഒരു വൈറ്റ് ചാർട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഞാനൊരു കുഞ്ഞ് കുറച്ച് എളുപ്പമുള്ള ഒരു ക്രിസ്മസ് ട്രീ വരയ്ക്കാണ് കേട്ടോ. ഇത് ഏതായാലും റെഡിൽ ആ റെഡിനെ ഞാൻ നന്നാക്കി എടുക്കുക എന്നുള്ളത് എനിക്ക് വഴിയുള്ളൂ. ഞാനിപ്പോ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തന്നെ ഉള്ളിലത്തത് വെച്ചിട്ടാണ് ഗൈസ് തുടങ്ങുന്നത്. ഞാൻ ഉള്ളിലൊരു 3D എഫക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ സെയിം കളറുള്ള ഒരു പോർഷൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെട്ടിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഞാനിതാ ഗൈസ് ഇന്റെ കിട്ടിയിട്ടുള്ള ബ്രൗൺ ചാർട്ട് തന്നെ വേറൊരു എക്സ്ട്രാ പീസ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഫ്ലോർ പോലെ സെറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. കാര്യം 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ തുറക്കുമ്പോഴാണ് ഇതിങ്ങനെ വരിക. അതായത് ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു ഫ്ലോറിന്റെ മുകളിൽ ഒരു ക്രിസ്മസിലെ ആ ഒരു മഞ്ഞൊക്കെയുള്ള സ്ഥലത്തെ ഒരു വില്ലേജ് പോലെ വെക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് ഈ അവിടെ നടത്തി കൊടുക്കുന്നത്. ചിലപ്പോൾ എന്തൊന്നും പറയാൻ പറ്റില്ല, പെട്ടെന്ന് എല്ലാം മാറ്റിന്ന് വരും. കാര്യം ഇത് തുടങ്ങി കഴിഞ്ഞാൽ ഇത് എവിടെ എത്തുള്ളൂ എന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ 3D ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ഒരു സൈസില് ഈ ഒരു ഒറ്റ പേജ് മാത്രം ഞാൻ കട്ട് ചെയ്ത് ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഒറ്റ പേജ് ആട്ടോ. ഇത് നേരെ നടുമടക്കി. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതാ ഈ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു അളവ് എടുക്കണം. അതിനിപ്പോൾ എത്ര സെന്റിമീറ്റർ എടുക്കാം? നമുക്ക് ഒരു എത്ര വേണേലും എടുക്കാം. എന്നാലും ഞാനൊരു 1.5 സെന്റിമീറ്റർ എടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ 1.5 സെന്റിമീറ്റർ നമുക്ക് മടക്കാനുള്ളതാണ് ഗൈസ്. അപ്പോൾ കുറച്ച് അതെ 1.5 സെന്റിമീറ്റർ മടക്കാം. മറ്റേ സൈഡ് 1.5 സെന്റിമീറ്റർ എടുത്ത് ഇപ്പുറത്തെ സൈഡും 1.5 സെന്റിമീറ്റർ എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ ഇവിടെ വരഞ്ഞെടുക്കുക. ഇനി ഈ പോർഷൻ നമുക്കിത് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ കറക്റ്റ് ബെൻഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ അതേ നമ്മളിങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ ഈ പോർഷൻ ഇങ്ങനെ ഞാൻ ഒട്ടിച്ചു കൊടുക്കും. അപ്പൊ തുറക്കുമ്പം ഇങ്ങനെ ഈ ഒരു 3D എഫക്റ്റ് ആയിട്ട് നിൽക്കും. ഓ, ഇവര് രണ്ടുപേരും 3D എഫക്റ്റിലാണ് ഗൈസ് ഇത് ചെയ്യുന്നത്. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാല് ക്രിസ്മസ് ട്രീ വരച്ചോണ്ടിരിക്കുകയാണ്. ഏകദേശം കഴിയാറായി. ഇനി ക്രിസ്മസ് ട്രീ വെക്കുന്ന ചട്ടി കൂടെ വരച്ചു കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞു ഗൈസ്. ഇന്റത് 3D ആവുന്നുള്ള പ്രതീക്ഷ നിൽക്കില്ല. എന്തായാലും ഉള്ളിൽ ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. കാര്യം ഇത് ഇങ്ങനെ തുറന്നു വരുമ്പോ ഇങ്ങനെ വിരിഞ്ഞൊക്കെ വരണം. ആ വിരിയുന്നത് എത്രത്തോളം ഇത് വിരിഞ്ഞു വരും എനിക്കറിയില്ല. കാര്യം ഇതിന്റെ കണക്കുകളൊന്നും എനിക്കൊരു പിടുത്തവും കിട്ടില്ല. ഗൈസ്, ഇതാണ് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് ഷീറ്റ്. അതായത് നമ്മുടെ ചാർട്ട് തന്നെ. അത് ഞാൻ ഈ 4 ഭാഗം ഇവിടെ ഇങ്ങനെ 2 സൈഡിലായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് വര വീഴ്ത്തിയിട്ടുണ്ട്. ഇവിടെ 2 സൈഡിലും ഇതുപോലെ തന്നെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഈ സൈഡിലും ഇങ്ങനെ മടക്കി. ഇനി ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞേരേ. അതായത് ഇത് നമ്മുടെ ബേസ് ആണ്. അപ്പം ഇവിടെ ഒരു കട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനെങ്ങനെ ആക്കുമ്പോൾ ഇവിടെ ഒരു ബോക്സി എഫക്റ്റ് കിട്ടിയില്ലേ? ഈ സാധനത്തിനെ ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊരു ഫ്ലോർ പോലായി. ഇതിൻ്റെ ഈ കാർഡ് ഇങ്ങനെ തുറന്ന് വരുമ്പോൾ ഒരു ഫ്ലോർ ഉള്ള പോലായി. ഇങ്ങനെയാണ് കേട്ടോ ഈ സംഭവം വരുന്നത്. ഈ ഫ്ലോറിൻ്റെ മുകളിൽ ഞാൻ ഒരു വീട് പോലെയൊക്കെ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഈ ഇവിടെ കട്ട് ചെയ്തത് നമുക്ക് ഡബിൾ സൈഡ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഗൈസ്, ഞാനിതവിടെ ക്രിസ്മസ് ട്രീ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്രിസ്മസ് ട്രീ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ക്രിസ്മസ് ട്രീയോ? ക്രിസ്മസ് ട്രീ. എന്നിട്ട് അതിനെ ട്രീനെ കട്ട് ചെയ്തിട്ട് ഇത് കളർ ചെയ്ത് കൊടുക്കാം. നല്ല പേസ്റ്റൽ കളേഴ്സ് വെച്ചിട്ട് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. എന്റെ അളവ് തെറ്റി. നേരത്തെ പറഞ്ഞതൊക്കെ മായ്ച്ച് കളയണോ? കാരണല്ലേ ഇതിപ്പോ ഞാൻ ഈ 1.5 എടുത്തതെന്ന് വിചാരിക്കും. അപ്പം ഇതിനെ സംബന്ധിച്ച് ഇത് ഭയങ്കര വലുതാണ്. അപ്പൊ ഇത് മടക്കുന്ന സമയത്ത് 1.5 ഞാൻ മടക്കാൻ എടുത്തത് എന്ന് വെച്ചാൽ, ഇത്രയും വലുപ്പമുള്ള ഷീറ്റാണ് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഇത് മടക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വെക്കും. അപ്പൊ അത് ശരിയാവൂല. അപ്പൊ ഞാൻ ഇനി കുറച്ചും കൂടെ കൂടുതൽ മടക്കാൻ പോവാണ്. ഈ പോർഷൻ ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഞാനിത് ഈ സൈഡ് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു എന്താ പറയാ ഇങ്ങനെ Z, അതായത് ഇങ്ങനെ Z എന്നുള്ള പോലെയാണ്. അപ്പൊ നമ്മള് ഇതിങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ ഇത് നല്ല വൃത്തിയിൽ ക്ലോസ് ആവും. തുറന്നു വരുമ്പോൾ ഇവിടെയാണ് ആ ഒരു ജസ്റ്റ് പ്രൊജക്ഷൻ വരുന്നത്. ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ വീടും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സൈഡ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അതെ ഇത് പ്ലാറ്റ്ഫോം ആണ്.
ഇനി ഈ സൈഡിലും കൂടി നമുക്ക് ഒട്ടിച്ചു നോക്കാം. ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ ആണോ ചെയ്യാന്നൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ഈ 3D കാർഡ് ഞങ്ങൾ മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടേ ഇല്ല. അതെ, അപ്പൊ അതുകൊണ്ട് എന്താവും അറിയില്ല. ഇതൊക്കെ ഒരു ഐഡിയ പരമായിട്ട് അങ്ങോട്ട് ചെയ്യുന്നുള്ളൂ. ഞാനിതാ ഇവിടെ ക്രിസ്മസ് ട്രീ കളർ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ വരച്ച സാധനത്തിൽ ഇങ്ങനെ പച്ച കളർ, ഒരു ലൈറ്റ് പച്ചയില്ലേ, ഒരു യെല്ലോയിഷ് കൂടിയിട്ടുള്ള ആ ഒരു കളർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ് വലുപ്പം കുറച്ചിട്ട് ഞാൻ കാർഡ് ഇത് ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇങ്ങനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ സൈഡിന്റെ അളവ് ഇതാ ഇങ്ങനെ ഇവിടെ മാർക്ക് ചെയ്ത്, ഈ 2 ഡോട്ട് ഉണ്ടല്ലേ, അത് ഈ സൈഡിന്റെ അളവാണ്. ഇവിടെ ഞാൻ അതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു വര വരയ്ക്കും. എന്നിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതാ ഇത് നമ്മുടെ എന്താണ് താഴത്തെ ഭാഗം ഗ്രീറ്റിംഗ് കാർഡിന്റെ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ മുകളിലത്തെ ഭാഗവും, ഈ ഭാഗം മുഴുവൻ നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഇത് 3D ആക്കാം കേട്ടോ. ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതും കൂടെ കട്ട് ചെയ്തെടുക്കണം. ബാക്കി നമുക്ക് ഈ ബ്ലേഡിനോട് കട്ട് ചെയ്യാം കേട്ടോ. അയ്യോ തെറ്റി. ഗൈസ്, ഞാനിത് അവിടെ ഈ ഒട്ടിച്ച് ഈ ബേസിന്റെ മുകളിൽ ഈ വൈറ്റ് കളർ ചാർട്ട് ഒട്ടിക്കാൻ പോകട്ടോ. ഇതൊരു മഞ്ഞിന്റെ എഫക്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് കളർ ചാർട്ട് ഒട്ടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഈ എന്താ പറയാ ഡബിൾ സൈഡിൽ ഈ ചാർട്ടിന്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് 2 സൈഡിൽ ഈ നടുവിൽ ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതായത് നമ്മൾ മടക്കേണ്ട ആ ഭാഗം ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. എനിക്ക് സത്യം പറഞ്ഞ അഞ്ചിന്റെ ഡിസൈൻ ഇതുവരെ എന്താ ഒന്ന് കത്തിയിട്ടില്ല എനിക്ക് ഇതുവരെ. എനിക്ക് മനസ്സിലായില്ല. അല്ല, 5ന്റെ 5ക്ക് തന്നെ മനസ്സിലായിട്ടില്ല. കാര്യം ഇതൊക്കെ ഒരു ശ്രമമല്ലേ. ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് എന്താവുന്ന്. ഇനി അവസാന നിമിഷം ഞാൻ ചിലപ്പോ ഇതെല്ലാം കൂടെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ആക്കും. നല്ല രസമുണ്ട്. ഞാന് നമ്മുടെ നല്ല രസമുണ്ട്. ക്യൂട്ടായിട്ടുള്ളൊരു ട്രീ. അതിന് മറ്റേത് കൊടുക്കണ്ടോ ബാക്ക്ഗ്രൗണ്ട്? അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഗൈസ്, ഞാനിതാ എന്റെ ആ ഫ്ലോറിന്റെ മുകളിൽ മഞ്ഞ എഫക്റ്റിന് വേണ്ടിയിട്ട് വൈറ്റ് ചാർട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് തുറക്കുമ്പോ ഇങ്ങനെയാണല്ലോ. അപ്പൊ ഈ ഭാഗത്ത് കുറച്ച് ട്രീ വേണം. അപ്പൊ ഞാൻ വെച്ച് അത് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കൊരു ട്രീ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അയ്യോ, മറ്റേ മാഞ്ഞല്ലേ ചെയ്ത്. പക്ഷെ അതിന്റെ ഉള്ളിൽ 3D ആയിട്ട് ഞാനൊരു റെഡ് കളർ ക്രിസ്മസ് ട്രീ ഇങ്ങനെ തുറക്കുന്ന സമയത്തുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും സിമ്പിൾ 3D ആയിട്ട് ചെയ്തിരുന്നു. ഇത്തവണ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഇത് ഞാൻ വെട്ടിയെടുത്ത്. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബേസ് ആയിട്ടുള്ള ഈ ഒരു സാധനം അങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ ഞാൻ വരഞ്ഞിട്ടില്ലായിരുന്നോ, ഈ ലൈനിൽ നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ പോർഷൻ ഇവിടെ എങ്ങനെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ലൈനിൽ ഇവിടെ ഒരു ലൈൻ ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോർഷൻ ഇവിടെ വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അമ്പോ, അത് കൊള്ളാം. ഇവിടെ എന്തെങ്കിലും ചെയ്യാനാണോ പ്ലാൻ? അതെ, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല രസമല്ലേ, ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കി നോക്കാം, പറ്റുന്നിടത്തോളം നമുക്ക് ചെയ്ത് നോക്കാം ഗൈസ്. ഞാനിതാ ഗൈസ്, ഞാൻ വരച്ചെടുത്തിട്ടുള്ള ട്രീ കട്ട് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഈ ഗ്ലിറ്ററിൽ ചെയ്ത സമയത്തുണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാന്. ഇതുണ്ടോ, ഇതിങ്ങനെ നമുക്ക് ഓരോരോ ഇതുകളായിട്ട് ഇങ്ങനെ ക്രിസ്മസ് ട്രീ ആണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. ഫ്രണ്ടിലല്ല, ഫ്രണ്ടിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇതിങ്ങനെ വെട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇതുണ്ടോ, ഒരു സൈഡ് ഇങ്ങനെ ട്രീൻ്റെ ആ ഒരു ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും നമുക്ക് അതേപോലെ വെട്ടി കൊടുക്കാം. ഈ ഗ്ലിറ്ററി പേപ്പറിന്റെ ബാക്കിൽ തന്നെ ആ ഒരു സ്റ്റിക്കർ എഫക്റ്റ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറിച്ചിങ്ങനെ കളഞ്ഞിട്ട് നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതായത് നമ്മളുടെ ഈ വില്ലേജിന്റെ ബാക്ക്ഗ്രൗണ്ട് പോലെ ക്രിസ്മസ് ട്രീ പോലെ ഇല്ലേ, ഇങ്ങനെ നല്ല രസമല്ലേ കാണാൻ. ഇവിടെ നല്ല തുറന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോ
ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ട്രീസ് പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇനി നമുക്ക് ഇതേപോലത്തെ ട്രീസ് കുറെ എണ്ണം അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എനിക്ക് കിട്ടാതെ പോയ കളറാണ് ഗൈസ് അത്. എനിക്ക് അതിൽ വിന്റേജ് ആയിട്ട് കുറച്ച് ഞാൻ ഒരു സാധനം ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ബ്രൗണിന് മാത്രം ആലോചിച്ച് വെച്ചത്, അതല്ലാതെ ഞാൻ ചിന്തിച്ചില്ല അല്ലേ. ഞാൻ അതിക്ക് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ പ്ലാൻ മാറ്റേണ്ടി വന്നു ഗൈസ്. ഞാനിത് അവിടെ അങ്ങനെ മരങ്ങൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്ലിറ്ററി പേപ്പറും പിന്നെ ഗ്രീൻ ചാർട്ടും വെച്ചിട്ടാട്ടോ ഞാൻ ഒട്ടിക്കുന്നത്. ഈ മരത്തിന്റെ എന്താ പറയാ മരഭാഗം എന്ന് പറയുന്നത് ബ്രൗൺ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ബ്രൗൺ ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം മൊത്തം നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാം കേട്ടോ. കാര്യം എൻ്റെ ഗ്രീന് ഈ സാധനം കുറച്ചും കൂടെ ഉള്ളൂ. അപ്പൊ ഞാൻ ഇനി 2 എണ്ണം കൂടി ഇത് ഒട്ടിച്ചിട്ട് ബാക്കി ഈ നോർമൽ ചാർട്ട് ഗ്രീന് വെച്ചിട്ട് ഒട്ടിക്കാന്ന് വിചാരിക്കുന്നത്. 2 ഷെയ്ഡിലുള്ള മരങ്ങളാണ്. അതെ, ഒന്ന് തളങ്ങുന്ന മരം, സാധാ മരം. ഗൈസ് ഞാൻ എൻ്റെ ഗ്രീറ്റിംഗ് കാർഡ് തുറക്കുമ്പോഴേ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഞാൻ ഓരോ സാധനങ്ങൾ കൊടുക്കാൻ പോവാണ്. ഇവിടെ ഞാൻ സ്നോ ആണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് സ്നോന്റെ മുകളിൽ കുറച്ച് വീട്, ക്രിസ്മസ് അപ്പൂപ്പൻ, പിന്നെ ഇവിടെ കുറച്ച് ക്ലൗഡ്സ്, ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ചെയ്യാൻ പറ്റും അറിഞ്ഞൂടാ. അപ്പൊ ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ സ്നോ ഞാൻ ക്രിസ്മസ് അപ്പൂപ്പൻ ഇതിൻ്റെ ഉള്ളിൽ ഇല്ല, ഇതിൻ്റെ ഉള്ളിൽ വരാനുള്ളത്. ഇപ്പൊ ഞാനിത് ഈ എന്താണ് സ്നോ ഇങ്ങനെ കൂടിക്കിടക്കുന്ന ലാൻഡ് എന്നുള്ള രീതിയിൽ ഇത് ഇങ്ങനെ വരഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് നമുക്കിതാ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിത് നമ്മുടെ ലാൻഡ്സ്കേപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലിറ്ററി ആയിട്ടുള്ള ഇങ്ങനത്തെ എന്താണ് പറയാ സ്നോയും നോർമൽ സ്നോയും ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഈ സാധനം പറഞ്ഞ പോലെ തന്നെ അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. അപ്പൊ ഇപ്പോഴത്തെ അവസാനം തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാല് ഇതാ ഇങ്ങനെ ഇവിടെ ലാൻഡ്സ്കേപ്പ് ഇതിന്റെ മുകളിൽ ഒട്ടിക്കും. അപ്പോൾ ഈ സ്നോ ഇവിടെ ഫുള്ള് സ്നോ ഇങ്ങനെ ഉള്ള പോലെ തോന്നും. ഇതിന്റെ ഇടയിൽ ഇതാ ഇങ്ങനെയും വെച്ച് കൊടുക്കും കേട്ടോ. അപ്പം നമുക്കത് ഒട്ടിക്കാം. ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകിലായിട്ടാണ് നമ്മൾ സ്പേസ് ഉണ്ടാക്കിയിട്ട് ഈ സാധനം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. എനിക്ക് അളവ് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനിത് ഒട്ടിച്ചതാണ്. ഗൈസ് ഞാനിത് അവിടെ ഒരു വലിയ മരം വെട്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് ഈ കുഞ്ഞു മരം വെക്കാം കേട്ടോ. അതിൻ്റെ മുന്നേ ഒരു ബ്രൗണ് കുഞ്ഞൊരു എന്താ പറയുക മരത്തിൻ്റെ ആ ഒരു ഇതുപോലുള്ള സാധനം നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കണം. ഇതിങ്ങനെ വെട്ടിയിട്ട് നമുക്കിത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടെ ഞാനൊരു സ്നോഫ്ലേക്സ് വരയ്ക്കാനുള്ള ശ്രമമായിരുന്നു. എന്തായാലും ഞാനത് അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരയ്ക്കണം. അപ്പം അതിന് വേണ്ടി ഞാൻ വരച്ച് വെച്ചതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുണ്ടോ, ഇവിടെ ഒരു വീട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ വെക്കാനാണ്. ഇതിലപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു കൊടുങ്കാട് പോലെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടോ ഈ വീട് ഞാൻ ഈ ബ്രൗൺ പേപ്പർ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഇവിടെ ഒരു ക്രിസ്മസ് അല്ലേ, അപ്പം അതിൻ്റെതായിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അവിടുത്തെ വീട്ടിൽ. അപ്പോൾ ഇതുണ്ടോ ഇങ്ങനെ ഞാൻ ഈ വീടിന്റെ ഈ ഒരു മേൽക്കൂര ഭാഗം ഇങ്ങനെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് നമുക്ക് അതുപോലെ തന്നെ ഒട്ടിക്കാം കേട്ടോ. ഗൈസ് ഇന്റർനെറ്റ് എവിടെ എത്തിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതാ ഒരു ക്രിസ്മസ് ട്രീ വരച്ചിട്ടുണ്ട്, അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ ഒരു കുട്ടീനെ വരച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു സ്റ്റാറും വരച്ചിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള കേട്ടോ. പിന്നെ ഞാനിത് ഇവിടെ ഒരു ഏണി വരച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്ത് ഇനി ഞാനിതാ ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാല് ഏണി സെറ്റായി. ഏകദേശം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി, എനിക്ക് ഏകദേശം മനസ്സിലായിണ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കട്ട് ചെയ്ത് ആ സ്റ്റാർ അതിന്റെ മുകളിൽ വെക്കാൻ പോവാ അല്ലെ. ആ കുട്ടി കേറിയിട്ട് ഇതിന്റെ മുകളിൽ ഈ സ്റ്റാർ വെക്കാം, അതല്ല ഉദ്ദേശിച്ചത്. ഈ കുട്ടീനെ കൂടെ കട്ട് ചെയ്തെടുക്കാണ്ട് നല്ല രസമുണ്ട് കേട്ടോ. അത് ഇന്റത് എന്തായിന്ന് വെച്ചാൽ ഗൈസ് ഞാനിത് ഇവിടെ പണിയിലാണ്. കാരണം എനിക്ക് ഈ ലാൻഡ്സ്കേപ്പിന് കുറച്ചധികം പണികളുണ്ടായിരുന്നു. ഈ ലാൻഡ്സ്കേപ്പിന്റെ 3D ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും അടയ്ക്കുമ്പോൾ അത് എങ്ങനെയും തുറക്കുമ്പോൾ അതാ ഈ സ്നോന്റെ ഈ ലാൻഡ്സ്കേപ്പ് ഒക്കെ എങ്ങനെ നിൽക്കുന്ന രീതിയിൽ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഇത് തീരണം, എന്നിട്ട് എനിക്ക് ഇവിടെ ഉള്ള പണി തുടങ്ങാൻ പറ്റുള്ളൂ. ഞാനിത് അവിടെ വീടിന്റെ ഈ മേൽക്കൂര വെച്ചതിന് ശേഷം ആ ഒരു സ്നോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് പെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ തോരണം പോലെ തന്നെ ഇങ്ങനെ ആക്കുക കേട്ടോ. എന്നിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ശ്രീന്റെ നിന്നൊന്നും കഴിയും തോന്നില്ല ഗൈസ്. കുറെ നേരമായിട്ട് ഓളാത് അങ്ങനെ വെച്ച് ഊരി കളിച്ചോണ്ടിരിക്കുക. അല്ല ഞാൻ ഇത് നോക്കി ഇത് ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ തുറക്കുമ്പോ തന്നെ. അതാണ് പ്രശ്നം. എന്നാലും മാക്സിമം ഞാൻ പെട്ടെന്ന് തീർക്കാൻ തുടങ്ങി. സമയം എടുത്തിട്ടേ ചെയ്യൂ, പക്ഷെ ചെയ്യുന്ന സാധനം ഭംഗിയൊക്കെ ഉണ്ടാവും. ഗൈസ് ഞാൻ ഈ കുട്ടീനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. കുറച്ച് പണി കിട്ടോ, കാരണം
ഞാൻ കട്ട് ചെയ്ത സമയത്ത് ഇവിടെ കീറിപ്പോയി ഗൈസ്. പക്ഷെ ഇത് ഒട്ടിക്കുന്ന സമയത്ത് ഇനി കാണൂലെന്ന് വിചാരിക്കുന്നത് ഈ വിരലുകളൊക്കെ ഇല്ലേ, ഈ ഭാഗങ്ങളാണ് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട്. ഇങ്ങനെ മെല്ലെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇത് കഴിഞ്ഞ എൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു ഗൈസ്. പിന്നെ ഞാൻ ഷറവിടെ കണ്ടിട്ട് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കും. അയ്യോ പണിയാണ്. അതെ അത് എനിക്കൊരു പണിയാണല്ലോ. ഞാനിതാ വീട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് എന്റെ ഈ ഒരു ബ്രൗൺ തീമിന് ആപ്റ്റ് ആയിട്ടുള്ള വീട് എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാനൊരു കുട്ടി ഒരു വിന്റേജ് ടൈപ്പ് വീടാണ് ഉണ്ടാക്കിയെടുത്ത്. അത് നല്ല രസമല്ലേ? ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു ഇതാണ് നമ്മളുടെ ആ വീടിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. അപ്പൊ ഇതിങ്ങനെ തുറക്കുന്ന സമയത്ത് ഇതിങ്ങനെ അങ്ങോട്ട് പോവുമായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഈ വീടിനെ ഞാൻ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പോട്ടോ. അതിൻ്റെ അടുത്ത് നമുക്ക് മരം വെക്കണം, പിന്നെ ഒരു സ്നോമാനെ വെക്കണം, ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ വെക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ നമുക്ക് തൊട്ടിക്കാം. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. കറക്റ്റ് ഈ വിരലൊക്കെ വേദനയാവുന്നത്. ഈ കുട്ടിയെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടിയാണ് ഗൈസ്. ഇനി ഇതിന്റെ കൂടെ സ്റ്റാറും കൂടെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഗൈസ് ഇതിന്റെ പണി കഴിഞ്ഞു. പക്ഷെ ഞാൻ ഒരു സംഭവം ചെയ്ത് വലിയ ഗ്രീറ്റിംഗ് കാർഡ് അല്ലേനോ, അത് ഞാനൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞില്ല. നമ്മൾ ഇതുവരെ സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നിട്ടില്ലേ ഗൈസ്. ഇപ്പോഴും ഫസ്റ്റ് റൗണ്ട് തന്നെ ഇരിക്കാണ്. സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് വരുന്നത് റിബൺ ആണ്. ഗോൾഡൻ റിബൺ വരുന്നുണ്ട്, റെഡ് റിബൺ വരുന്നുണ്ട്, പിന്നെ ഗ്രീൻ റിബൺ വരുന്നുണ്ട്. ഇതിലിപ്പോ ഏത് കാർക്ക് കിട്ടി കഴിഞ്ഞാലും നല്ലതാന്ന് തോന്നുന്നുണ്ട്. അതെ, നമ്മളുടെ ടീമില് വലിയ കോട്ടൊന്നും സംഭവിക്കാനില്ല. ഇല്ല, ഈ മൂന്നിൽ ഏത് കിട്ടിയാലും വലിയ കുഴപ്പമില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. അതെന്താന്ന് വെച്ചാൽ ഈ സാധനം കുറച്ച് ഡെക്കറേഷൻ എന്നൊക്കെ ഉള്ള രീതിയിലാണ്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ റിബൺ എടുക്കാം. ഗൈസ്, ഞാനിവിടെ ഒരു വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഈ റെഡ് ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുത്താണ്. ഇനി ഈ വീടിന് മേൽക്കൂര സ്നോ ആണല്ലോ, മഞ്ഞുകാലല്ലേ, അപ്പൊ മൊത്തം സ്നോ വീണ് കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വൈറ്റ് പേപ്പറിൽ ഞാൻ സ്നോ പോലെ വരഞ്ഞിട്ട് അതാണ് വീടിന് മേൽക്കൂരയാക്കി വെച്ചിട്ടുള്ളത്. രണ്ടാമതൊരു മേൽക്കൂര ഇതും കൂടി നമുക്ക് ഇങ്ങനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഗൈസ്, ഞാനിതാ ഇത് ഇങ്ങനെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ ഫ്രണ്ടില് ഈ ഒരു വൈറ്റ് കളർ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ആയിട്ട് ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഈ കുട്ടിയും ഈ ഒരു ഏടിയൊക്കെ ഞാൻ വിചാരിച്ചു. നല്ല രസം കിട്ടും അത് കാണാന്. നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഒരു കാർട്ടൂണിലൊക്കെ കാണുന്നതല്ല, നമ്മള് എന്താ പറയാ ബുക്കിലൊക്കെ അങ്ങനെ ചിത്രം വരച്ച് കാണുമല്ലോ, അതേപോലെ നല്ല രസമുണ്ട്. ഗൈസ്, ഞാനിതാ വീട് വെച്ച് അതിനോട് ചേർന്നൊരു മരം വെച്ച് ഇനി അതിന് താഴ്വാരത്തിലുള്ള ഒരു വീട് പോലുള്ള ഒരു രീതിയിൽ ഇട്ടോ. അപ്പൊ മൊത്തത്തിൽ കാണാനുള്ളത് ലോഡ് ക്രിസ്മസ് ട്രീ. അതെ, ലാസ്റ്റ് ഒരു സ്റ്റോണും കൂടി വെക്കാൻ പോവാട്ടോ. ഇതൊക്കെ ഇനി ഇങ്ങനെ ആക്കുമ്പോ ഇങ്ങനെ ആയി വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ബാക്കിലുള്ള ആ ഒരു സാധനം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. തോരണം വെച്ചു കൊടുക്കാന് കണ്ടോ. ഇങ്ങനെ ഈ വൈറ്റിൽ ഈ റെഡ് വരുമ്പോ ഒരു രസം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ കട്ട് ചെയ്തോണ്ടിരിക്കും. കൈയൊക്കെ കുഴിഞ്ഞു. ഒരു വീട് ഉണ്ടാക്കി, രണ്ടാമത്തെ വീട് ഉണ്ടാക്കി, മൂന്നാമത്തെ വീട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ വീട് എങ്ങനെ ഉണ്ടാക്കുന്ന അറിയോ? ഇത് ഈ വീടിന്റെ വാതിലാണ്. കിട്ടുന്നില്ല, അത്രയും ചെറിയ വാതിലാ. ഈ വാതിൽ നമ്മൾ ഇങ്ങനെ ഇവിടെ വെക്കാനുള്ളതാ. ഈ വാതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഔട്ട്ലൈന് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഈ മഞ്ഞ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒട്ടിച്ചെടുക്കുക. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ വരഞ്ഞിങ്ങനെ കട്ട് ചെയ്യുക. ദേ, നമ്മൾ ഡോർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഡോർ, ഭയങ്കര പെർഫെക്ഷൻ ഒന്നുമില്ല. നല്ല രസല്ലേ? ക്രിസ്മസിനുള്ള റെഡ് എന്ന് വെച്ചാൽ ഈ താഴ്വാരത്തൊക്കെ അങ്ങനത്തെ റെഡ് വീടുകള്, അങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉള്ള വീടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ ഈനെ കണക്കാക്കുന്ന ഇതിപ്പോ വീടിന്റെ ഉള്ളിൽ നിന്ന് ലൈറ്റ് ഇട്ട പോലെയാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ ഡോറിന്റെ ഉള്ളിൽ നമുക്ക് ലൈറ്റ് എത്തിക്കണം. അപ്പൊ അതാ ഇങ്ങനെ ആക്കി ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സൈസിന് നമുക്ക് യെല്ലോ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഫ്രണ്ടിലാക്കിയിട്ട് ഒട്ടിച്ചാൽ മതി. ഈ സാധനം ഇത് എന്താണെന്ന് എന്നോട് ചോദിക്കരുത്. അതായത് സ്നോ ഇങ്ങനെ ഇതായി ഇങ്ങനെ നിൽക്കൂലേ വീടിന്റെ മുകളിലൊക്കെ, അതൊക്കെയാണ് എന്റെ ഒരു ഇമാജിനേഷൻ. പക്ഷെ ഇത് റെഡ്, ഇവിടെ വൈറ്റ് കൊടുത്തോണ്ട് ഞാൻ ഇത് റെഡ് കളർ ആക്കുന്നുള്ളൂ. ഇതിവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചിങ്ങനെ റെഡിലേക്ക് ആക്കിയിട്ട് ഒട്ടിച്ചു. ഇത് മെഴുകുതിരൊക്കെ ഒഴുകിയ പോലെ ഉണ്ട്, ഒരു പാറ്റേൺ. പിന്നെ ഇവിടെ കുറച്ച് ഗിഫ്റ്റ്സ് കൊടുക്കാണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇത് ഈ ഒരു ക്രിസ്മസ് ട്രീ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. കാർട്ടൂൺ പോലത്തെ അങ്ങനെ ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നും.
അതുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഈ കുട്ടീനെ പൊട്ടിക്കാൻ പറ്റൂല ഗൈസ്, അത് കുറച്ച് പ്രശ്നമുണ്ട്. അത് ഈ ഒരു കോണി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം. പക്ഷെ നമുക്ക് ഈ കുട്ടി ഇവിടെ എത്തുന്ന രീതിയിൽ വേണം ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ. ആ ഉള്ളിൽ കൂടെ ഇങ്ങനെ നീങ്ങുന്ന ഒരു സംഭവമാണോ ഉദ്ദേശിച്ചത്? എനിക്കറിയില്ല. ഇങ്ങനെ കയറിട്ടിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് അത് ആ കയറ് കിട്ടുമ്പോ ചെയ്യാൻ വേണ്ടി വെച്ചതല്ലേ? ഓ എനിക്ക് തോന്നി. അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സ്റ്റാർ ഇവിടെ എത്തും വേണം, ഈ കുട്ടീന്റെ കൈ ഇവിടെ എത്തും വേണം, ഈ കോൺ ഇവിടെ അടുത്ത് നിൽക്കുക വേണം. അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻ ഇതിന്റെ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ ഞാനിതാ ഒരു ബെൽസ് വരച്ചിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ ബെൽസ് വരച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഷാമി ഫുള്ള് വരച്ച് ഇങ്ങനെ വരച്ച് കട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിത് ചെയ്തപ്പോ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. അപ്പൊ ഞാൻ ഇനി ഫുള്ള് വരച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതാ ഞാനിപ്പോ എന്റെ ഫ്രണ്ട് പേജ് ഉള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ഈ ക്രിസ്മസ് ട്രീ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഏണി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഇതാണ്. ഇത് കട്ട് ചെയ്ത് കളർ ചെയ്തിട്ട് വേണം ഇത് ഇവിടെ ഒട്ടിച്ച്. ഞാൻ ഇവിടെ ഒരു സാൻഡേന ഉണ്ടാക്കിണ്ടായിരുന്നു, പക്ഷെ എനിക്കിപ്പോ ഈ സാൻഡേന ഇഷ്ടമായില്ല ഗൈസ്. ആ മീശയും താടിയും എനിക്ക് വെള്ളം വെക്കണായിരുന്നു, എനിക്ക് അത് അങ്ങോട്ട് റെഡി ആയില്ല. ഇനിയിപ്പോ ഒരു സാൻഡേനും കൂടി ആക്കി എടുക്കണം. നല്ല മെനക്കേടല്ലേ? എനിക്ക് അതേപോലെ വലിയൊരു സാൻഡേന ഉണ്ടാക്കാനുണ്ട്. എപ്പോഴാ ഞാൻ ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ അതെ, ഞാൻ വലിയൊരു സാൻഡേന വെച്ചിട്ട് ഇവിടെ അങ്ങോട്ട് ഫുള്ളാക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതാവുമ്പോ ഇവിടെ മൊത്തം അങ്ങോട്ട് നിറഞ്ഞോളല്ലോ, പെട്ടെന്ന് പണി തീരും. ഗൈസ് ഞാനിവിടെ വീടുകൾ പെറുക്കി വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, വേറെ വഴിയില്ല. ഫാസ്റ്റിൽ തീർക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഫുള്ള് വീടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ബ്രൗൺ കളറിലും റെഡ് കളറിലും ഒരു ഡാർക്ക് ബ്ലൂ കൂടി വേണമായിരുന്നു എനിക്ക്, പക്ഷെ അത് വേണ്ട. അപ്പൊ ഈ രണ്ട് കളറിൽ നമുക്ക് ഇങ്ങനെ വീടുകൾ ഇങ്ങനെ കുറെ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇത് 3D ആക്കിയിട്ട് ഉള്ളിൽ നിർത്താനുള്ളതാണ് കേട്ടോ. ഇതിന് ഈ വീട് ഒരു വെറൈറ്റി ആക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കുറെ വീടുണ്ടല്ലോ, ടൗൺ ആക്കാനുള്ള പ്ലാൻ ആണോ? അതെ, ടൗൺ തന്നെയാണത്. പക്ഷെ ഇത് എപ്പോഴാ തീരാ? തീർന്ന് വീടുണ്ടാക്കി തീർന്ന്, ഇനി ഒട്ടിച്ചാ മതി. ഇതൊക്കെ പോകുന്ന എങ്ങനെ എന്താ പറയാ, പോസ്റ്റ് ഒക്കെ ലൈനൊക്കെ പോകുന്ന. അതെ, അതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല സംഭവം, നല്ല ഭംഗി ഉണ്ടാവും ഗൈസ്. ഞാനിത് അവിടെ ഈ ഉള്ളിലുള്ളത് ഞങ്ങൾക്ക് ബോറടിച്ച് ചെയ്തിട്ട്, അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് പുറത്ത് ചെയ്യാന്ന്. അപ്പൊ ഞാനിത് അവിടെ മൊത്തത്തിൽ ഇങ്ങനെ വള്ളി പോലെ വരച്ചിട്ട് അതിലിങ്ങനെ ഇലകൾ പോലെ വരയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞി ലൈറ്റ്സ് ഇല്ലേ, അതുപോലെ കൊടുക്കാം. അതെ അതെ ഗൈസ്, ഞാൻ ഇവിടെ ഈ കൊടുത്തിട്ടുള്ള വള്ളികൾക്കിടയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റെഡും യെല്ലോയും കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ബൾബ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെക്കറേഷൻ ആയിട്ട് ഇങ്ങനെ വേണേ കൂട്ടാം. പക്ഷെ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ട്, നല്ലൊരു പ്ലസന്റ് ആയിട്ട് ചെറിപ്പൂക്കൾ പോലെ. ഇനി ഇതിന്റെ നടുവിൽ നല്ല ഭംഗിയിൽ മെറി ക്രിസ്മസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും ഗൈസ്. ഇത് തുറക്കുമ്പോ ഇപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇതൊക്കെ നമുക്ക് ഇതിങ്ങനെ ഇതൊക്കെ ഇനി ഇങ്ങനെ ഒട്ടിക്കണം. നീ സാന്റാക്ലോസ് വരാണ്ടല്ലേ? സാന്റാക്ലോസ് ഒക്കെ വരാനുണ്ട്, വരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗൈസ് ഞാനിപ്പോ ഈ ഇലകൾക്ക് കളർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു ഡാർക്ക് കളറാട്ടോ ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് ഇത് കളർ ചെയ്തിട്ട് ഞാൻ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും. അത് നല്ല രസം ഉണ്ടാവും കേട്ടോ. ഉണ്ടാവും തോന്നുന്നു. അത് രസമുണ്ടാവും. ഞാൻ വീടുകളെല്ലാം ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് എൻ്റെ സെക്കൻഡ് ലെയർ. ഇത് ഞാൻ ഈ വീടുകളെല്ലാം ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കാൻ പോവാണ് കേട്ടോ. അതാണ് എൻ്റെ പ്ലാന്. ഇതാ ഗൈസ്, ഈ വീട് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതിന് ഒരു ബ്രൗൺ വീടാവാം, അല്ല വേണ്ട, രണ്ട് റെഡ് വീടും പിന്നെ ഒരു ബ്രൗൺ വീടും ആവാം. കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനോട് പൊട്ടിക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഡബിൾ സൈഡ് ആക്കുക. എന്നിട്ട് ഈ വീടിൻ്റെ പുറകിൽ നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബ്രൗൺ വീട് വെച്ചെടുക്കാം ഗൈസ്. അങ്ങനെ നമുക്ക് എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഗൈസ് ഞാനത് ബെൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇത് നമുക്ക് ഇവിടെ എങ്ങനെ ക്രോസ് ആയിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ആ ക്രിസ്മസ് കാർഡിന്റെ സൈഡില് ബെൽസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നല്ല രസമുണ്ട്. ഇതിങ്ങനെ മൊത്തത്തിൽ കാണാൻ നല്ലൊരു അവരെവിടെ അടി ഉണ്ടാക്കുന്നുണ്ട്. എന്തിന് ഉള്ളി കളിക്കുന്നു. ഇത് ഇങ്ങനെയാണ് ഇപ്പൊ എന്റെ ഫ്രണ്ട് ഉള്ളത്. ഇനി ഇവിടെ കുട്ടി വരാണ്ട്, സ്റ്റാർ വരാണ്ട്, ഉള്ളിൽ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല. അതെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അതുകൊണ്ട് അപ്പൊ ഇതാണ് ഗൈസ് ഇന്റെ ക്രിസ്മസ് കാർഡിന്റെ ഫ്രണ്ട്. ഗൈസ് ഞാനിത് 3 വീട് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് വീട് മാത്രമാകുമ്പോൾ ഭയങ്കര ഒരു റോ ഫീല്. ക്രിസ്മസ് ട്രീയും കൂടി എന്തെങ്കിലും കൂടിയൊക്കെ വെക്ക്, എന്നാലേ അറിയുള്ളൂ. അപ്പൊ ഞാനിത് ക്രിസ്മസ് ട്രീയും കൂടെ ഇങ്ങനെ വെച്ചാലോ. കൂടുതൽ
അപ്പോൾ ഇങ്ങനെ ക്രിസ്മസ് ട്രീന്റെ ഇടയിൽ ഇവിടെയൊക്കെ ഞാനിങ്ങനെ വെച്ചു കൊടുക്കാൻ പോവാണ്. എനിക്ക് അപ്പൊ ഭയങ്കര ഭംഗി തോന്നി. അപ്പോൾ ഗ്ലിറ്റർ പേപ്പറിൽ ഞാനിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഞാനിത് അവിടെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഇങ്ങനെ ഈ ഔട്ട്ലൈനോടെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. നിങ്ങൾ വിചാരിക്കൂ എന്താ ഞങ്ങള് സ്ക്രീനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം അതെ, ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ പൊതുവേ ഞാനൊരു സാധനം ചെയ്യുകയാണെങ്കിൽ അതിപ്പോ എന്ത് കാര്യം ആയിക്കോട്ടെ, ഒരു തംബ്നെയിലാണെങ്കിലും ശരി, ഇങ്ങനത്തെ ക്രാഫ്റ്റ് ആണെങ്കിലും ശരി, ഇനിയിപ്പോ എങ്ങോട്ട് ഇറങ്ങാനുള്ളതാണെങ്കിലും ശരി, ഞാൻ ലേറ്റ് ആവും. അത് ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവമായി പോയി. നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് ശ്രീന്റെ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് ആ ഒരു സമയം എടുത്തിട്ടേ ശ്രീ അത് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇവരെന്നെ വെറുപ്പിച്ചോണ്ടിരിക്കും. എന്നാലേ 5-6 മണിക്കൂറോളം തീർക്കുള്ളൂ. ഗൈസ്, ഞാനിത് അവിടെ റെയിൻഡിയേഴ്സ് ഇങ്ങനെ പോകുന്ന ഒരു മാനിനെ വരച്ചിട്ടുണ്ട്. ഒരു മാനിനെ ഞാൻ വരച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഈ എന്താ പറയാ ഈ സ്കൈയിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ടുള്ള കേട്ടോ. ഈ വീട്ടിലേക്ക് വരുന്ന സാന്റ വന്ന വണ്ടിയാണ്. നോക്കട്ടെ, ഞാൻ കണ്ടില്ല. രസമുണ്ട്. ആ ഗ്രീനും കൂടെ വന്നപ്പോഴെനിക്ക് ഒന്നും കൂടെ ഇഷ്ടമായത് കേട്ടോ. ഗ്രീനും കൂടെ വന്നപ്പോ അതിനൊരു ഭംഗി, ഒരു ഒറിജിനാലിറ്റി ഒക്കെ വന്നൊരു പോലെ ഉണ്ട്. ഒരു മാനിനെ ഞാൻ വരച്ച് ഇനി ആ മാനിനെ തന്നെ വെച്ചിട്ട് ഞാൻ അടുത്ത മാനിനുള്ള ഔട്ട്ലൈൻ എടുക്കാം കേട്ടോ. ഈ മാനിന് പിന്നെ മുഖത്തിന്റെ എന്താ പറയാ ഫീച്ചേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ പറഞ്ഞു പോയില്ല അപ്പൊ ആരും മുഖം കാണാൻ. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ മതി. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇതുണ്ടോ, അയ്യോ ഒരു കൊമ്പ് വരയ്ക്കാൻ മറന്നു. ഇതിനി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. ശരിക്കും ഒരു നമ്മളെ റൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 മണിക്കൂറായി. അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ 2 മണിക്കൂർ ശേഷം പോവാണ്. ഈ റൗണ്ടിൽ നമുക്ക് വരുന്നത് റിബൺ ആണ് കേട്ടോ. ഗോൾഡൻ റിബൺ ഉണ്ട്, റെഡ് റിബൺ ഉണ്ട്, ഗ്രീൻ റിബൺ ഉണ്ട്. അപ്പൊ ഇതില് എനിക്ക് ഗോൾഡൻ വേണമെന്നായിരുന്നു. എനിക്ക് റെഡ് മതി. ഗോൾഡൻ മതി. ഞാൻ ലോട്ട് തീരുമാനിക്കട്ടോ ഏതൊക്കെ വേണമെന്ന്. അപ്പൊ നമുക്ക് ലോട്ട് ഇടാം ഗൈസ്. ഇത് എന്താ വെച്ചാൽ ഈ റിബൺ വെച്ചിട്ട് എനിക്ക് ഭയങ്കര വലിയ ഐഡിയ ഒന്നുമില്ല, ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ലോട്ട് ഇടാം. ഞാനിത് എനിക്ക് ഗോൾഡൻ റിബൺ ആണ് ഗൈസ് കിട്ടിയത്. എനിക്ക് റെഡ് റിബൺ. എനിക്ക് ഗ്രീൻ റിബൺ ആണ് ഗൈസ് കിട്ടിയത്. കുഴപ്പമില്ല, എനിക്കും ഓക്കെയാണ്. ഈ റിബൺ വെച്ചിട്ട് ഞാൻ വിചാരിക്കുന്നത് ഗൈസ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ്, ഇത് ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടുക. ഈ ബോ പോലെ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാല് അതിങ്ങനെ ഊരിയിട്ട് തുറക്കൂലേ. ഞാനും അതിനായിരുന്നു ഉദ്ദേശിച്ചത്. റിബൺ വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യാൻ എനിക്ക് ഇതുവരെ കിട്ടിയില്ല. കാരണം ഇത് ഈ ഒരു സംഭവം ഇവിടെ ഫില്ല് ആയാലേ ഉള്ളൂ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. അതെ, ഒട്ടിക്കുന്നുണ്ട്. 2 മണിക്കൂറായിട്ട് അവള് ചെയ്തതാട്ടോ, അത് മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ അത് ഈ സാധനം വന്നാല് ബാക്കി ഇവിടെ മൊത്തം ഫില്ലാവും. അപ്പത്തേക്കും സെറ്റ് ആയിക്കോളും. ഗൈസ്, ഞാനിത് അവിടെ സാന്റേനെ വരച്ചിട്ട് കളറ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ആ ഗ്ലിറ്ററിൽ ഇതിങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് വൈറ്റ് പേപ്പറിലാക്കിയിട്ട് ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ആ വീടിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാനത്. ഞാനിതാ ഇവിടെ ഇങ്ങനെ വിൻഡോ വരയ്ക്കാട്ടോ. ഇനി ഞാൻ ഉള്ളിലേക്കാണ് ചെയ്യാൻ പോകുന്നത്. വിൻഡോ വരച്ച് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാനിതാ വിൻഡോയും കുറച്ച് ഇലകളും അതിന്റെ മുകളിൽ ചെറിയൊക്കെ ഉള്ള പോലെ വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോഴും മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഈ മരം കൂടെ തീർന്നാലുള്ളൂ എന്റെ ബാക്കി എന്റെ പണിയിലേക്ക് കടക്കാൻ പറ്റിയതാണ്. വെട്ടിയിട്ട് തീരുന്നുമില്ല. ഇതുണ്ടോ, പക്ഷെ നല്ല ഭംഗിയില്ല ക്രിസ്മസ് ട്രീ കാണാൻ അല്ലേ? ഭയങ്കര ഭംഗിയുണ്ട്. ഇത് നോക്കിയേ, ഇങ്ങനെയായിരിക്കും വരിക ഈ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ. എന്താ പറയുക, ഈ വീടുകളെല്ലാം കൂടി ആയിട്ട് ഇങ്ങനെയായിരിക്കും എൻ്റെ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഉള്ളിൽ കാണാൻ. ഗൈസ്, ഞാൻ എൻ്റെ 2ാമത്തെ ലെയർ ഇതേ ഇവിടെ ഒട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഫൈനലി ഞാൻ ഇത്രയും നേരം ഈ വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒട്ടിച്ച് കഴിഞ്ഞപ്പോ അത്രയും ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കുമ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഇത് അടയ്ക്കുമ്പോ ഇങ്ങനെയായിരിക്കും, തുറക്കുമ്പോ ഇങ്ങനെ ഈ വീടുകളെല്ലാം കൂടെ നിവർന്ന് വരും. ഇതൊന്ന് ശരിയാക്കാനുണ്ട് കേട്ടോ. ഇവിടേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ശരിയാക്കാനുണ്ട്. പക്ഷെ എന്നാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഗൈസ്, ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സാന്റേനെ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെയിൻഡിയേഴ്സിനെ ഇവിടെ ഒട്ടിക്കാം കേട്ടോ. ഞാനിതാ ഈ മരങ്ങൾക്കിടയിലൂടെ പോകുന്ന രീതിയിലാണ്. അപ്പം ഇങ്ങനെ ഒട്ടിച്ച് ഒരെണ്ണം അതിൻ്റെ പാരലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ആ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നൂല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വണ്ടി പോലെ അങ്ങനെ ആയിക്കോളൂ കേട്ടോ.
അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഈ ഒരു ഭാഗം ഉള്ളത്. ഇവിടെ ഫുള്ളി ഞാൻ വെള്ള പെന്നെടുത്തിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ടുണ്ടായിരുന്നു, ആ ഒരു മഞ്ഞിന്റെ എഫക്റ്റ് കിട്ടുന്ന പോലെ കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ഇത് നിലവിലുള്ളത്. നല്ല രസമുണ്ട്. ഇനി ഈ ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇത് ഇതിന്റെ ഇവിടെ ഒരു സാധനം ഇങ്ങനെ ഫിക്സ് ചെയ്യാനുണ്ട്, അത് ലാസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടാ. നേരത്തെ ഉണ്ടാക്കിയിട്ട് കൊളായ സാന്റനെ ഞാൻ ഇവിടെ ബാക്കിൽ വെച്ചിട്ട് ഈ ഫ്രണ്ടിലുള്ള ഈ ഡിസൈൻ മൊത്തം ചെയ്ത് മെറി മെറി ക്രിസ്മസ് എന്നിട്ട് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അതൊക്കെ കഴിഞ്ഞ് ബാക്ക് ഭാഗം അങ്ങനെയൊക്കെ ബാക്ക് കഴിഞ്ഞു, ബാക്ക് ഫുൾ കഴിഞ്ഞു. ഞാനിത് ഈ ജനൽ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ വെക്കാൻ കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സാന്റനെ കൊടുക്കണം എന്ന് വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് എത്തി നോക്കുന്ന ഒരു സാന്റ, അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ ഏകദേശം കംപ്ലീറ്റ് ആവും ഗൈസ്. അതിനുശേഷം നമുക്ക് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കാം. അപ്പൊ ഗൈസ് നമ്മളിത് തേർഡ് റൗണ്ടിലേക്ക് പോവാണ്. സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയ സാധനം നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നമ്മൾ തേർഡ് റൗണ്ടിലേക്ക് കടക്കാം കേട്ടോ. തേർഡ് റൗണ്ടിൽ നമുക്ക് വരുന്നത് ഈ കയറാണ്. ഈ കയർ തന്നെ നമുക്ക് ഗോൾഡൻ കളർ ഉണ്ട്, പിന്നെ റെഡ് കളർ ഉണ്ട്, പിന്നെ സിൽവർ കളറുമാണ് വരുന്നത്. എനിക്ക് റെഡ് കളറോ സിൽവർ കളറോ ആണ് വേണ്ടത്. സിൽവർ തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. കാണൂലെന്ന് വിചാരിക്കുന്നത്, പക്ഷെ എന്നാലും അതിന് മാച്ച് ആവാ റെഡ് ആണ്. കാര്യം ഇന്റത് മറ്റേ ഈ ഗോൾഡൻ കളറിലുള്ള എന്താ പറയാ DS അല്ലേ പോകുന്നത്, അപ്പൊ അതിന് റെഡോ സിൽവറോ വരുമ്പോഴേ വരിക്ക് രസം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലോട്ടിടാം. അപ്പൊ നമുക്ക് ലോട്ടിടാം. സിൽവർ തന്നെ കിട്ടണേ. എനിക്ക് റെഡ് ആയാ കാരണം എനിക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കിയേ, ഇവിടെ ഫുള്ള് സിൽവർ എന്ന് വെച്ചാൽ ഒരു നൈറ്റ്, ഒരു ക്രിസ്മസ് രാത്രിയാണ് ഗൈസ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഗൈസ് നല്ല ഇങ്ങനെ പിരിപിരിപിരാന്നുള്ള ഒരു തരത്തിലുള്ള ആളാട്ടോ. നല്ല രസമുണ്ട്. ഇത് കണ്ടോ, ഗുളുഗുളുഗുളുഗുളുന്നുള്ള ഒരു സാധനം. ഇത് വേറെ ടൈപ്പാണ്, പക്ഷെ ഇതെന്തൊട്ടൊക്കെ ഇത് മറ്റേ മാലയൊക്കെ ഇത് മറ്റേ വലിയൊരു ടൈപ്പ് സാധനം കേട്ടോ. ഇതുണ്ടോ, ഇത് പക്കാ ത്രെഡ് തന്നെയാണ്, പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഒരു കയറ് കെട്ടും, എന്നിട്ട് അതിന്റെ മുകളിൽ കുട്ടീനെ ഒട്ടിക്കും. എന്നിട്ട് ഇവിടെ കയറ് വലിക്കുന്ന സമയത്ത് ഈ കുട്ടി ഇവിടെ ഇങ്ങനെ പോയിട്ട് ഈ കുട്ടീന്റെ കയ്യിലുള്ള സ്റ്റാർ ഇവിടെ ഇങ്ങനെ വെക്കുന്ന പോലെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ 2 ഹോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ 2 ഹോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ യാൺ കെട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഈ കയറ് നമുക്ക് ഇതിന്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാം. ഗൈസ് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ മെറ്റാലിക് ആണ് ഞാനിതാ ഈ മാനിന്റെ കഴുത്തിലൂടെ ഇങ്ങനെ ഒരു ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ അടിഭാഗത്ത് കൂടെ എടുത്തിട്ട് എന്നിട്ട് ഈ അടുത്ത മാനിലോട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ ഇട്ട് കൊടുക്കാം. അതായത് ഈ 2 മാനും ഒന്നിച്ചാണല്ലോ, ഒന്നിച്ചിങ്ങനെ ഓടിക്കുകയാണല്ലോ വണ്ടി. ഇത് ആ റെഡ് കളർ വന്നു കഴിഞ്ഞപ്പോ നല്ലൊരു രസമുണ്ട് കേട്ടോ. ആ ഒരു ഒരേ കളറായിരുന്നെങ്കിൽ ഇത്ര ഭംഗിയാവൂലായിരുന്നു തോന്നുക. അത് ശരിയാ, കറക്റ്റ് നല്ല ഭംഗിയുള്ള ഒരു കളറാ കിട്ടിയത്. ഞാനിത് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത പണി ഇത് തുറക്കുക, എന്നിട്ട് ഇവിടെ കെട്ടി കൊടുക്കുക കേട്ടോ. ഞാനിത് ഇവിടെ കുറച്ച് ക്ലൗഡ്സ് ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഇത് വെച്ച് ജോയിൻ ചെയ്യാനുള്ളതാണ്. ഇതിന്റെ ഐഡിയ എന്താണെന്ന് വെച്ചാല്, ഈ ക്ലൗഡ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഇതിന്റെ ടോപ്പ് പോർഷനിൽ ഇവിടെ ഫുള്ള് ഞാൻ ആ രാത്രിയിൽ ക്ലൗഡ്സ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ക്ലൗഡ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ ക്ലൗഡിൽ ഇങ്ങനെ നക്ഷത്രം തോന്നുന്നത് പോലെ ഈ സാധനം ഈ കയർ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഈ ഗ്രീറ്റിംഗ് കാർഡ് ഇങ്ങനെ തുറക്കുന്ന സമയത്ത് ഇവിടെ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ ഇങ്ങനെ തൂങ്ങുന്ന പോലെ ഉണ്ടാവും. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. ഈ ക്ലൗഡ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചതിന് ശേഷമാണ് ഇടയില് ഈ ആണ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാന്റാക്ലോസിനെ ഞാൻ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ആ സാന്റിന് ഇതാ തല മാത്രമേ ഉള്ളൂ. ഇത് ഇവിടുന്ന് ഇങ്ങനെ എത്തി നോക്കുന്ന രീതിയിൽ എനിക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാനാണ്. വീട്ടിനുള്ളിലേക്ക് പുറത്താരാളുള്ളത് നോക്കുന്ന പോലെയാണ്. ഇങ്ങനെയാണ് ഞാൻ ഇതാ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ വിൻഡോ നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിന്റെ മുകളിൽ ഈ കുഞ്ഞു സാന്റിനെ കുറച്ച് ഗമ്മ തേച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കുന്ന, ഇവിടെ വേണം, ഇവിടെ അല്ലേ രസം? ഇവിടെ വേണം, ഇവിടെ വേണം. അല്ല, ഇവിടെയാണെങ്കിൽ നീ എന്റെ ബോഡി കൂടെ വരയും. അയ്യോ വേണ്ട, ഇവിടെയാണ് ഗൈസ് രസം. അപ്പൊ നമുക്ക് ഇത് ഇവിടെ കേട്ടോ, ജനലിനുള്ളിൽ എത്തി നോക്കുന്ന ഒരു സാന്റ. നല്ല രസമുണ്ട്. മെരി ക്രിസ്മസ് എന്ന് പറയുന്ന സാന്റ. അങ്ങനെ ഈ കുട്ടീനെ ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ ഇതിന്റെ ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിങ്ങനെ ബാക്കിന്ന് വലിക്കുമ്പോൾ ഈ അടിപൊളി, അത് നല്ല രസമുണ്ട്. ഇതാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. പക്ഷെ ഭയങ്കര
ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇത് ഞാൻ കണ്ടതാട്ടോ. ഞാൻ ഇത് കണ്ടിട്ട് ഇത് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ് ഗൈസ്. അപ്പൊ എനിക്കിത് അതേപോലെ തന്നെ ചെയ്യാൻ പറ്റി. നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് മേഘങ്ങൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സിൽവറിൽ ഞാൻ താങ്ങുന്ന രീതിയിലും ചെയ്തിട്ടുണ്ട്, അതല്ലാതെ നോർമൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് വെച്ചോണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോ കുറച്ചും കൂടെ സിൽവറിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിത് ഇങ്ങനെ വേവി ആയിട്ട് ഒരു സാധനം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പില്. എന്നിട്ട് ഞാനിതാ ഇത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാണ് കേട്ടോ. സിമ്പിൾ ആയിട്ട്, അതായത് നമുക്ക് ഇങ്ങനെ കാർഡ്സ് ഒക്കെ വെക്കാൻ പറ്റില്ല. ഇങ്ങനെ ഉള്ളിൽ കാർഡ്സ് വെക്കൂലേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ പോലെയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് എന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങനെ കാർഡ്സ് ഇങ്ങനെ വെക്കാം. ഫൈനലി നമ്മൾ ഈ മേഘങ്ങൾ ഒട്ടിക്കാൻ പോവാണ്. ഈ ഇത് ഇങ്ങനെ സ്പോർന്ന് വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്ലൗഡ് എടുക്കാം. ഇത് കുറച്ച് ഇങ്ങോട്ട് നിൽക്കുന്നത് പോലെ ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, താഴേക്ക് നിൽക്കുന്നത് പോലെ. ഇങ്ങനെ അളഞ്ഞോളൂ കേട്ടോ. പിന്നെ നമുക്ക് അതിനിടയിൽ കുറച്ചൊരു സിൽവർ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു മേഘം മുകളില് പുറകില് ഇതിന്റെ പുറകിലായിട്ട് വെച്ച് കൊടുക്കാം. അടുത്തൊരു സിൽവർ മേഘം നമുക്ക് ഇതിന്റെ പുറകില് ഇവിടെ അങ്ങനെ അറ്റാച്ച് ചെയ്യാം. പിന്നെ ഒരു സാധാ മേഘം വെച്ച് കൊടുക്കാം. ഞാൻ ഈ ഫ്രണ്ട് പോർഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു വലിയ ക്രിസ്മസ് അപ്പൂപ്പനെ ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ക്രിസ്മസ് അപ്പൂപ്പനെ ഞാൻ ഒട്ടിച്ചാൽ തന്നെ ഈ ഫ്രണ്ട് ഭാഗം ഭൂരിഭാഗം അങ്ങോട്ട് കവർ ആയി പോയിക്കോളും. അപ്പൊ ഈ ക്രിസ്മസ് അപ്പൂപ്പനെ കറക്റ്റ് ആയിട്ട് വെട്ടി എടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടോ. എന്റെ കയ്യിൽ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി കൂടെ കട്ട് ചെയ്യാം. ഞാനിവിടെ നേരത്തെ പോലെ തന്നെ വരയ്ക്കുന്നു, വെട്ടുന്നു, കളർ ചെയ്യുന്നു, വരയ്ക്കുന്നു, വെട്ടുന്നു, കളർ ചെയ്യുന്നു. ഇതെന്താ ചെയ്തോണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ക്രിസ്മസ് ട്രീന്റെ അടുത്ത് ഗിഫ്റ്റ് ബോക്സ് ഇല്ലെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ഞാനെന്താ ഗിഫ്റ്റ് ബോക്സ് വരച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. ഇന്റത് ഏകദേശം കഴിയാറായി ഗൈസ്. എനിക്ക് ലാസ്റ്റ് റൗണ്ട് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്റത് ഏകദേശം ഇന്റത് കഴിയാറായി കേട്ടോ. ഞാനിവിടെ ഒരു എളുപ്പപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിസ്മസ് അപ്പൂപ്പൻ എന്തായാലും ഫുള്ള് റെഡ് അല്ലാലും ഉണ്ടാവുക. ഇവിടെയൊക്കെ കളർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോ. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്തതുകൊണ്ടേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് ക്രിസ്മസ് അപ്പൂപ്പന്റെ ഡ്രസ്സിന്റെ അറ്റം വെള്ള കളറായിരിക്കും, ഈ താടി വെള്ള കളറായിരിക്കും, പിന്നെ ഇവിടെ ഈ ഒരു ഇത് വെള്ള കളറായിരിക്കും. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇത് ഞാൻ ഇങ്ങോട്ട് ഇവിടെ ഉള്ള പോർഷൻ ഇങ്ങോട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സാധനം ഈ വൈറ്റ് പേപ്പറിൽ വെച്ച് വരച്ചിട്ട് ഈ പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുക്കും. അപ്പൊ പിന്നെ എളുപ്പത്തിൽ എനിക്ക് കിട്ടുമല്ലോ. ഞാനതാണ് ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാനിതാ ഈ എന്താ പറയാ ഗ്രീറ്റിംഗ് കാർഡിന്റെ ഫ്രണ്ട് പേജില് ഈ വൈറ്റ് പെന്ന് വെച്ചിട്ട് കുറച്ച് പിക്ചേഴ്സ് പോലെ വരയ്ക്കുക കേട്ടോ. ഈ വീടുകൾ തന്നെയാണ്, വീടുകൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത രീതിയിൽ. ഇത് ശരിക്കും കാണുമ്പോൾ എനിക്കിങ്ങനെ ക്രിസ്മസ് കുക്കീസ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലാണ് തോന്നുന്നത്. ആ ഒരു ഡിസൈനിലാട്ടോ ഞാൻ അത് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ബ്രൗണ് കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ വിന്റേജ് തീമിന്ന് വിചാരിച്ചു. അപ്പൊ ഇത്രയും റൗണ്ട്സ് കഴിഞ്ഞപ്പോ നമ്മുടെ ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡ് എങ്ങനെയാണുള്ളത് കാണിച്ചാൽ ഫസ്റ്റ് ഇത് തുടങ്ങിക്കോളൂ. ഇന്റത് ഇതാ ഗൈസ്, ഇങ്ങനെയാണ് ഉള്ളത്. ഇവിടെ ഫ്രണ്ടിൽ ഞാൻ ഇവിടെ മൊത്തം ഇങ്ങനെ ഒരു വള്ളികൾ പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് വേണേൽ നമുക്ക് ഇങ്ങനെ ലൈറ്റ്സ് ഇങ്ങനെ വെച്ച പോലെ വേണേൽ കാണാം. റെഡും യെല്ലോയും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വൈറ്റ് പെൻ എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു ചിത്രം പോലെ വരച്ചിട്ടുണ്ട്. ക്രിസ്മസ് ജോയ് എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു വീട് പോലെയാണ് വരച്ചിട്ടുള്ളത്. അതിലിങ്ങനെ ഇവിടെ 2 റീത്തൊക്കെ വെച്ചിട്ടുള്ള പോലെ ആയിട്ടുള്ളത്. ഇതിങ്ങനെ തുറന്നു വരുമ്പോൾ, തുറക്കൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ഈ തുറന്നു വരുന്ന സമയത്ത് ഇതാ ഇവിടെ ഇങ്ങനെയാണ് ഉള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു വാലി പോലെ ആയിട്ട് ക്രിസ്മസ് ഡേയ്സ് ഇങ്ങനെ പോകുന്ന പോലെ ഉണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഒരു വീടുണ്ട്, സാൻഡ് ഉണ്ട്, ട്രീ വെച്ചിട്ടുണ്ട്. ഇതൊരു വേലിയായിരുന്നു, അതൊക്കെ എങ്ങനെയൊക്കെ ആയിപ്പോയി. ഇത്രയാണ് ഗൈസ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ഇന്റെ ഗ്രീറ്റിംഗ് കാർഡിലേക്ക് വരാം. ഇന്റെ ഫ്രണ്ട് ഭാഗം ഇപ്പൊ എങ്ങനെയാണുള്ളത്. ഞാനിവിടെ ക്രിസ്മസ് ട്രീ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു കുട്ടീനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ പുതിയതായിട്ട് ആഡ് ചെയ്തത് ഈ ഒരു ഗിഫ്റ്റിന്റെ ബോക്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് വലിക്കുകയാണെങ്കിൽ പക്ഷെ ആമിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കുട്ടി ഈ സ്റ്റാർ ഇവിടെ കൊണ്ടുവന്ന് വെക്കും.
പിന്നെ ഞാനിവിടെ ബെൽസ് കൊടുത്തിട്ടുണ്ട്. തുറക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെയാണ് ഉള്ളത്. ഇവിടെ ഒരു വിൻഡോ കൊടുത്ത് ഇവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പ് ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ നോക്കുന്ന പോലെ. പിന്നെ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാർഡ്സ് ഇങ്ങനെ എഴുതിയിടാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഒരു 3 കാർഡ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഗൈസ് ഞാൻ ഇനി ഈ ഫ്രണ്ട് പോർഷൻ മുഴുവൻ ഞാനൊരു ക്രിസ്മസ് അപ്പൂപ്പൻ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ അപ്പൂപ്പൻ ഇപ്പൊ പീസുകളാണ് ഗൈസ്. ഇതിപ്പോ നമുക്ക് ഇവിടെ ഒട്ടിക്കാനുണ്ട്. ഈ അപ്പൂപ്പനെ അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ മാറ്റി നിർത്താം. ഇനി നമ്മൾ ഈ ക്രിസ്മസ് കാർഡ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഗൈസ് ഉള്ളത്. ഇത് മുഴുവൻ ഒരു ക്രിസ്മസ് ലാൻഡ് ആണ്. ഇത് കണ്ടോ, മുകളില് നല്ല ഭയങ്കര ഭംഗിയുള്ള ഡിസംബറിലെ മേഘങ്ങളുണ്ട്. ഫുള്ള് മഞ്ഞ് വീട് കിടക്കുന്ന ഒരുപാട് വീടുകള്, മരങ്ങള്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ എനിക്കിനുള്ള പണി എന്താന്ന് വെച്ചാല് അഞ്ജീനെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രിസ്മസ് ലോഗോ അവിടെ. പക്ഷെ അഞ്ജീന്റെ ഡേ ആണെങ്കിൽ ഇത് നൈറ്റ് ആണ്. അതാണ് ഡിഫറൻസ് വരുന്നത്. കാരണം ഭയങ്കര ഭംഗിയുള്ള രാത്രിയാണ് ഡിസംബറിലെ രാത്രികൾ എന്ന് പറയും. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു രാത്രിയാണിത്. അപ്പൊ ഈ പെണ്ണോണ്ട് നമ്മളിത് ഇങ്ങനെ ഇവിടെ വരഞ്ഞു കഴിഞ്ഞാല് കണ്ടോ, വെള്ള സ്നോ പോലെ ഇങ്ങനെ സ്നോ പെയ്യുന്നത് പോലത്തെ. അതാണ് ഇന്ത്യയിൽ മൊത്തം ഉള്ളത്. ഇവിടെ മൊത്തം കുഞ്ഞു കുഞ്ഞു സ്നോകളാണ്. അതെ, അപ്പൊ അതേപോലെ ഈ ഗ്ലിറ്റർ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ പെണ്ണോണ്ട് കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാന്ന്. അപ്പൊ ഈ രീതിയിൽ എനിക്ക് ഇവിടെ മൊത്തം ആക്കാനുണ്ട്. പിന്നെ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു സാധനം ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതിന് മുന്നേ ഞാൻ എന്തായാലും ഫ്രണ്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഈ അപ്പൂപ്പനെ വെട്ടാൻ നിന്നതാണ് കേട്ടോ. ലാസ്റ്റ് റൗണ്ട് പൈപ്പ് ക്ലീനേഴ്സിന്റെ റൗണ്ട് ആണ്. ഇതിൽ ഗോൾഡനും പിങ്കും പൈപ്പ് ക്ലീനേഴ്സ് വരുന്നുണ്ട്. പിന്നെ ബ്ലൂ ഗ്രീന് വരുന്നുണ്ട്. പിന്നെ റെഡും സിൽവറും വരുന്നുണ്ട്. എനിക്ക് ഇത് മതിയായിരുന്നു. യാതൊരു കാര്യമില്ല. എനിക്കിപ്പോ എന്താ വേണ്ടതെന്ന് സത്യം പറഞ്ഞ അറിയാത്ത എനിക്ക് റെഡ് കിട്ടിയ അല്ല, ഏത് കിട്ടിക്കഴിഞ്ഞാലും ഏതെങ്കിലും ഒക്കെ ഇതിലോട്ട് മാച്ച് ചെയ്യാൻ പറ്റൂട്ടോ. കാര്യം ഇന്ത്യയിൽ ഒരുവിധം കളേഴ്സ് ഒക്കെ ഉണ്ട്. ആ, ലോട്ടിടാം. പിങ്കും ഗോൾഡനും ഗ്രീനും ബ്ലൂ ആ ഗൈസ് കിട്ടിയത്. ഇന്റേത് അത്. ഞാൻ ആ ഗ്രീൻ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ഫ്രണ്ടിൽ ഡെക്കറേറ്റ് ചെയ്യാന്നാട്ടോ വിചാരിക്കുന്നത്. ഗൈസ്, എനിക്ക് കിട്ടിയിട്ടുള്ള പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ഞാൻ ഈ ഫ്രണ്ടിൽ തന്നെ ഈ ട്രീ പോലെ ഇങ്ങനെ ആക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഒരു സിഗ്സാഗ് പോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രീന്റെ ഇല്യൂഷൻ കിട്ടും. കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രീന്റെ ഷേപ്പ് കിട്ടും. അപ്പൊ അതുപോലെ ഞാൻ ചെയ്തെടുക്കാൻ പോവാണേ. ഇതിന്റെ ഉള്ളിലുള്ള കാർഡിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ എഴുതാൻ വേണ്ടി പോവാണ് ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട്. അതായത് ഇറ്റ്സ് ദ മോസ്റ്റ് വണ്ടർഫുൾ ടൈം ഓഫ് ദ ഇയർ. അങ്ങനെ 3 കാർഡിൽ നമുക്ക് ഓരോന്ന് എഴുതിയിടാം. അപ്പം ഞാനിതാ ഗൈസിൻ്റെ ഗ്രീൻ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഇവിടെ ഒരു ട്രീ പോലെ ആക്കിയിട്ടുണ്ട്. ഇനി മേലെ നമുക്കൊരു വാൽനക്ഷത്രം പോലത്തെ സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ ആ ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ എന്താ പറയുക ആ മരത്തിൻ്റെ ഭാഗവും വെച്ചിട്ടുണ്ട്. ഇനി ഒരു ലൈറ്റ്സ് പോലെ നമുക്ക് കുറച്ചിങ്ങനെ പൈപ്പ് ക്ലീനേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഇടയിലിടയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് പോലെ ഉണ്ടാവും കേട്ടോ. എന്റെ ക്രിസ്മസ് കാർഡിന്റെ 2 ഭാഗം ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ ക്രിസ്മസ് അപ്പൂപ്പന്റെ ഓരോ ഭാഗങ്ങളാണ്. ഇതെല്ലാം കൂടെ നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് പാനാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഈ പാന് ഞാൻ ഇവിടെ ഡബിൾ സൈഡ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഡബിൾ സൈഡ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്കിതാ ഇത് ഞാനൊരു എന്താ പറയാ സ്നോയും പിന്നെ സ്നോലാൻഡ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തതാ കേട്ടോ. ഈ ഒരു തീമിന് അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഭംഗി. അപ്പോ ചെറുതായിട്ട് ലാൻഡ് കൊണ്ട് മാറ്റിയിട്ട് നമുക്ക് ഈ പാനിന്റെ ഉള്ളിലേക്ക് കയറ്റി. ഇനിയിപ്പോ നമ്മൾ വെക്കാൻ പോകുന്നത് ശരിക്കും ഇതിന്റെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിനുശേഷം ഈ പോർഷൻ ഇങ്ങനെയും വരുന്നുണ്ട്. അപ്പൊ ഈ അടുത്തത് ഈ ഉടുപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു വെള്ള പോർഷൻ ഇവിടെ ഒട്ടിക്കാം.
ഇത് ക്രിസ്മസ് അപ്പൂപ്പന്റെ താടിയായിട്ടാണ് വരുന്നത്. ഇതുണ്ട്, ഇങ്ങനെയാണ് ഈ താടി വരുന്നത്. ഇങ്ങനെ നമ്മൾ താടി ഒട്ടിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഈ മീശ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫേസ് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഫേസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സാധനം ഒട്ടിക്കാൻ കേട്ടോ. ഇതിങ്ങനെ ഒട്ടിക്കാനുണ്ട്. ഇതായിട്ട് ഒട്ടിച്ചുകൊണ്ടാണ്. ഇത് തൊപ്പിന്റെ ഒരു പോർഷനാണ്. ഇത് ഈ തൊപ്പി ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാണ് ശ്രീ പറഞ്ഞ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ. സംഭവം കമ്പാരിറ്റീവ്ലി ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ എളുപ്പമായിട്ടുള്ളൂ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൂടെ വെച്ചിട്ട് രണ്ട് കണ്ണ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടെ അങ്ങനെ നമ്മളെ എല്ലാ റൗണ്ട്സും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഗ്രീറ്റിംഗ് കാർഡൊക്കെ എല്ലായിടത്തും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരുതായിട്ട് കാണിച്ചറിയാം ഗൈസ്. ഇതാണ് എന്റെ ക്രിസ്മസ് ഈവ് ഗ്രീറ്റിംഗ് കാർഡ്. ക്രിസ്മസിന്റെ ഒരു നൈറ്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ സാന്താക്ലോസ് ഗിഫ്റ്റും ആയിട്ട് ഓരോ വീടുകളിലേക്ക് ഇങ്ങനെ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ഞാനിത് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നല്ല ഒരു സിൽവർ, ഇതിപ്പോ ക്ലൗഡ് അല്ലെങ്കിൽ സ്കൈ എന്നുള്ള രീതിയിൽ ഈ സിൽവർ സാധനം ഞാൻ ഇങ്ങനെ ടോപ്പിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ ഗ്ലിറ്റർ സത്യം പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളെ പോലെയുണ്ട്. അപ്പൊ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഗ്ലിറ്റേഴ്സ് ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു സമ്മാനപ്പൊതികൾ, ഗിഫ്റ്റ് ബോക്സസ് ഞാൻ അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗിഫ്റ്റ് ബോക്സ് സാന്റാന്റെ കയ്യിലും ഉണ്ട് കേട്ടോ. ഈ സാന്റാനെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ സാന്റാൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു 3D എഫക്റ്റിൽ ഒക്കെയാണ് കേട്ടോ ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ മൊത്തത്തിലൊരു സിൽവർ ആൻഡ് വൈറ്റും മയമാണ്. ഇവിടെ നല്ല മഞ്ഞൾ പൊതിഞ്ഞു നിൽക്കുന്ന 2 ക്രിസ്മസ് ട്രീ കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ ഞാൻ മഞ്ഞാണ് ഉദ്ദേശിച്ചത്. ആ മഞ്ഞൾ സമ്മാനപ്പൊതികളും കൊണ്ട് പോകുന്ന സാന്റ, അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഫ്രണ്ട് പേജ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി ഉള്ളിലേക്ക് പോകാം ഗൈസ്. ഈ കാർഡ് തുറന്നാൽ ഒരു ക്രിസ്മസ് നൈറ്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുഴുവൻ മഞ്ഞൾ മൂടി നിൽക്കുന്ന ഒരുപാട് വീടുകൾ, ഇതിന്റെ നടുവിൽ ക്രിസ്മസ് ട്രീസ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ നല്ല സ്നോയിന്റെ ഒരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഒരുപാട് നല്ല മേഘങ്ങളുണ്ട്. ഈ ബോർഡർ ഞാനിങ്ങനെ ഈ ഒരു സിൽവർ സാധനം കൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഗിഫ്റ്റ് ബോക്സസ് അവിടെ ഇവിടെയും ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇവിടെയായിട്ട് 2 വീടുകളും കൊടുത്തിട്ടുണ്ട്. ആകെ മൊത്തം ഒരു സെലിബ്രേഷൻ മൂഡിൽ നിൽക്കുന്ന ഒരു കാർഡാണ് ഗൈസ് ഇത്. പിന്നെ ഈ ഗിഫ്റ്റ് ബോക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് മറ്റേ പൈപ്പ് ക്ലീനർ ആണ് ഞാൻ ഈ ഗിഫ്റ്റ് ബോക്സിന്റെ റിബൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഗിഫ്റ്റ് ബോക്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ എടുത്തു കാണിക്കുന്നുണ്ട് ഈ ഒരു സാധനം. ഇങ്ങനെയാണ് ഗൈസ് ഇതിന്റെ കാർഡിന്റെ ഉള്ളിലെ ഭാഗം ഉള്ളത്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാർഡ് ഇങ്ങനെ ഇങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഈ റിബൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ പേരിന് ഈ റിബൺ യൂസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ റിബൺ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുറകിലും ഈ ഒരു സ്നോന്റെ എഫക്റ്റ് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസിന്റെ കാർഡ്. എനിക്ക് സത്യം പറഞ്ഞ ഈ കാർഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി ഗൈസ് എന്റെ ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു തീമാണ്, ഒരു കാർട്ടൂൺ തീമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെ ഓപ്പൺ ആക്കാന്ന് വെച്ചാൽ ഈ റിബൺ ഇങ്ങനെ ആയിരിക്കുക. എന്നിട്ട് ഈ കുട്ടീനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകണം ഗൈസ്. അതിനായിട്ട് ഈ കയർ വലിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി ഇങ്ങോട്ട് പോയിട്ട് സ്റ്റാർ അവിടെ വെക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇവിടെ ബെൽസ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കരമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. മേരി ക്രിസ്മസ് എഴുതിയിട്ടുണ്ട്. കുറച്ച് ഗിഫ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. ഹൈലൈറ്റ് ആ കുട്ടിയായിരുന്നു. അതെ, ഹൈലൈറ്റ് ഈ ഒരു കുട്ടിയായിരുന്നു. ഈ കുട്ടിയും ഇങ്ങനെ പോകുന്ന ആ ഒരു ക്രിസ്മസ് ട്രീയിൽ സ്റ്റാർ വെക്കുന്ന സംഭവമാണ് ഞാൻ ചെയ്തത്. ഇനി നമുക്ക് ഉള്ളിലോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാനിത് അവിടെ ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരു മേ ദിസ് ക്രിസ്മസ് ബി ഫിൽഡ് വിത്ത് ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ലീവ്സും ചെറിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള പൈപ്പ് ക്ലീനർ ഞാനൊരു ഫ്ലവർ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വിൻഡോ കൊടുത്ത് അതിലൊരു ക്രിസ്മസ് ട്രീ കൊടുത്ത് ഒരു സാന്റാക്ലോസ് ഇങ്ങനെ തലയിട്ട് നോക്കുന്ന പോലെ കൊടുത്ത് ഒരു ഗിഫ്റ്റ് കൊടുത്ത് പിന്നെ ഇവിടെ കുറച്ച് ലീവ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ വെറുതെ ഇങ്ങനെ വൈറ്റ് പെന്ന് വെച്ചിട്ട് സ്നോ ഫ്ലേക്സ് പോലെ ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കാർഡ്സ് ആണ് ഗൈസ്. ഒരു പോക്കറ്റ് പോലെ ഞാനിങ്ങനെ കൊടുത്തതാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കാർഡ്സ് എടുക്കാം, എന്നിട്ട് അതിലേക്ക് ഒന്ന് തിരിച്ചു വെക്കാം. പിന്നെ ഞാൻ ഇവിടെ സ്റ്റിക്ക് വരച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. ഇത് ഞാനിങ്ങനെ ബ്ലാങ്ക് ആക്കി വെച്ചതാണ്. അതിനും കൂടെയുള്ള സമയം ഇനിയില്ല. അപ്പൊ ഇതാണ് ഗൈസ് എന്റെ ഗ്രീറ്റിംഗ് കാർഡ്. ഒരു കാർട്ടൂൺ തീമിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്.
നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട് കേട്ടത്. അപ്പൊ ഗൈസ് ഇതാണ് എൻ്റെ ക്രിസ്മസ് കാർഡ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഫസ്റ്റ് തന്നെ ഫ്രണ്ട് പോർഷനിൽ ഒരു ട്രീ പൈപ്പ് ക്ലീനേഴ്സ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ലോങ് സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ബ്ലൂ ബൾബ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുറ്റും ഇങ്ങനെ വള്ളികൾ പോലെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ സ്നോ ഫ്ലേക്സും സ്നോയും പോലെ ഒരു വൈറ്റ് കളർ പെന്ന് വെച്ചിട്ട് മൊത്തം ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന റിബൺ വെച്ചിട്ട് ഞാനിത് അവിടെ ഒരു ബോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വീടുകൾ മൊത്തം വരച്ചു കൊടുത്തിട്ടുണ്ട്. ക്രിസ്മസ് ജോയ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് തീമിലുള്ള ഒരു വീട് പോലെ മൊത്തം ഇവിടെ ഇങ്ങനെ വീടുകൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ ക്രിസ്മസ് കാർഡിന്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ക്രിസ്മസ് കാർഡ് ഇങ്ങനെ തുറന്നു വരുന്ന സമയത്ത് ഉള്ളിലൊരു ബഹളമയാണ്. കാര്യം മൊത്തം ട്രീസ് ഉണ്ട്, പിന്നെ റെയിൻഡിയേഴ്സ് ഇങ്ങനെ പോകുന്ന പോലെ ഉണ്ട്. ഇവിടെ ഒരു വീടുണ്ട്, സാൻഡ ഉണ്ട്, ഇവിടെയും ട്രീ ഉണ്ട്, ഇവിടെ ഒരു എന്താ പറയാ വേലി പോലെ ഉണ്ട്. മൊത്തം ഒരു ഇങ്ങനെ ഒരു ബഹളമയത്തിലാണുള്ളത്. ഇവിടെ ഞാനൊരു കുഞ്ഞ് ക്രിസ്മസ് തീമിലുള്ള ഒരു വീടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടുത്തൊരു പൈൻ ട്രീ ഉണ്ട്. പിന്നെ സാൻഡ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പോലെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് നടക്കാനുള്ള വഴിയും പിന്നെ ഇവിടെ ഒരു വേലി പോലെയും ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഒരു കുഞ്ഞു വീടും ഉണ്ട്. ഈ വീടിന്റെ ബാക്ക് എന്ന് പറയുന്നത് മൊത്തം ഒരു വാലി പോലെയാണ്. അവിടെ മൊത്തം നമ്മുടെ പൈൻ ട്രീസ് ആണുള്ളത്. അത് ഗ്ലിറ്ററിലും അല്ലാതെയൊക്കെ ഞാൻ ചെയ്തിട്ട് മൊത്തം ചെയ്ത് വെച്ചിട്ടുണ്ട്. സാൻഡ ഈ ഡീറിന്റെ മുകളിലാട്ടോ വന്നത്. അപ്പം ഈ ഡീറ് വന്ന ആ ഒരു സാൻഡയ്ക്ക് പിടിക്കാനുള്ള വള്ളിയാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇവിടെ ഒരു സ്നോ ഫ്ലേക്സ് വരച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മൊത്തം സ്നോ ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഉൾവശം ഇരിക്കുന്നത്. ബാക്ക് വശം എന്ന് പറയുന്നത് ഞാൻ വരച്ച് വലിയ കുഴപ്പമില്ല എന്ന് മാത്രം തോന്നിയ ഒരു സാൻഡേനെ എടുത്ത് ഞാൻ ബാക്കിൽ വെച്ചിട്ട് ഇവിടെ മൊത്തം ഫ്രണ്ടിലുള്ള പോലെ തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്ത് മെറി ക്രിസ്മസ് എന്നും ബാക്കിൽ എഴുതി. ഇങ്ങനെയാണ് ഈ കാർഡിന്റെ ബാക്ക് വശം ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഗൈസ് ഇതാണ് എൻ്റെ ക്രിസ്മസ് കാർഡ്. എനിക്കിതൊരു വിന്റേജ് തീം മൊത്തത്തിൽ ഒരു എന്തോ രസം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ചെയ്തത്. അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡ്സ്. ഞങ്ങൾക്ക് 3 പേരത് ഇഷ്ടമായിട്ടോ. ഓരോരുത്തരും ഓരോ തീമിലായിരുന്നു. എല്ലാം നല്ല ഭംഗിയുണ്ട്. വെറൈറ്റി തീമിലാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ഞങ്ങൾ വിചാരിച്ചതിന്റെ ഇരട്ടീന്റെ സമയം എടുത്തതാണ് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാർഡ് എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ 2 മണിക്കൂർ കൊണ്ട് തീർക്കാന്ന് വിചാരിച്ച ഒരു ഗ്രീറ്റിംഗ് കാർഡായിരുന്നു. അതിപ്പോ 7 മണിക്കൂർ. 7 മണിക്കൂറാണ്. അതെ, രാത്രി 12. ഞങ്ങൾ 5 മണിന്റെ മുന്നേ ഇരിക്കാൻ തുടങ്ങിയതാണ്. എന്തായാലും ഞങ്ങൾക്ക് ചെയ്ത് വന്നപ്പോ ഇഷ്ടമായി. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ഒരു കാർഡ് ചെയ്തെടുക്കാൻ ഇത്രയും സമയം ആവശ്യമുണ്ടോന്ന്. പക്ഷെ നമ്മളിങ്ങനെ മെല്ലെ നോക്കി വരച്ച് കട്ട് ചെയ്ത് കളർ ചെയ്ത് പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. വരുമ്പോ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഇത് ഇത്രയും സമയമാവും. അപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. ഹാൻഡ് മെയ്ഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരതാന്നുള്ള എന്തായാലും കമന്റ്സിൽ പറയാം. അപ്പൊ അവരായിരിക്കും ഈ ചാലഞ്ചിലെ വിന്നർ ആയിട്ട് വരിക. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ദിസ് ഇസ് ശ്രീലക്ഷ്മി, ദിസ് ഇസ് ശൗമ്യ, ദിസ് ഇസ് സഞ്ജിത. സൈനിങ് ഓഫ്.